പൃഥ്വിരാജിന് പിന്നാലെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനും ആദായ നികുതി വകുപ്പ് നോട്ടീസ്. ലൂസിഫർ, കുഞ്ഞാലിമരക്കാർ തുടങ്ങിയ സിനിമകളുടെ സാമ്പത്തിക കാര്യത്തിൽ വ്യക്തത തേടിയാണ് നോട്ടീസ്. കൂടുതൽ വിവരങ്ങളുമായി രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, ഇപ്പോഴിതാ പൃഥ്വിരാജിന് പിന്നാലെ ആന്റണി പെരുമ്പാവൂരിനും ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനും ഇപ്പോൾ നോട്ടീസ് കൈമാറിയിരിക്കുകയാണ് ആദായ നികുതി വകുപ്പ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2022 ഈ സിനിമാ മേഖലയിലാകെ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയിരുന്നു. അതിന് തുടർച്ചയെന്നോണമാണ് നടപടി എന്നതാണ് വ്യക്തമാക്കുന്നത്. എമ്പുരാൻ എഫക്ട് അല്ല എന്നാണ് ആദായ നികുതി വകുപ്പ് പറയുന്നത്. ഇത്തരം ഈ നേരെ സൂചിപ്പിച്ച രണ്ട് സിനിമകളുടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് തേടിയിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഓവർസീസ് റൈറ്റ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിന്റെ ടാക്സ് ഇവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ IT വകുപ്പ് സംശയിക്കുന്നുണ്ട്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കുന്നു. അതോടൊപ്പം തന്നെ ഈ താരങ്ങൾക്ക് നൽകിയിട്ടുള്ള പ്രതിഫലം അത് ആ കാര്യങ്ങളിൽ ഒരു വിശദാംശങ്ങളും ഈ IT വകുപ്പ് ആരാഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും കൈമാറേണ്ടത്. നേരത്തെ 2019 മുതൽ 2022 വരെ ഉള്ള കാലയളവിലെ സിനിമ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെയാണ് അന്ന് പരിശോധിച്ചത്. അതിനുശേഷം 3 വർഷങ്ങൾക്കിപ്പുറം ഒരു അസസ്മെന്റ് നടത്തി, അതായത് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം പരിശോധന നടത്തിയ ശേഷം അസസ്മെന്റ് വിഭാഗത്തിലേക്ക് കാര്യങ്ങൾ വിടുകയും അസസ്മെന്റ് വിഭാഗം ഇക്കാര്യങ്ങൾ തിട്ടപ്പെടുത്തി നൽകിയിട്ടുള്ള നോട്ടീസാണിത്. മാർച്ച് അവസാന മാസമാണ്, അതായത് ഈ എമ്പുരാൻ റിലീസ് ചെയ്ത ശേഷം ആ വിവാദം ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഈ നോട്ടീസും പോയിട്ടുള്ളത്. ഇന്നലെ പൃഥ്വിരാജിന് അയച്ച കഴിഞ്ഞ ദിവസം നമ്മൾ മാതൃഭൂമി ന്യൂസ് നൽകിയ വാർത്തയുണ്ടായിരുന്നു പൃഥ്വിരാജിന് നോട്ടീസ് എന്ന്. അതിന് സമാനമായ രീതിയിലുള്ള ഒരു നടപടി തന്നെയാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. എന്തായാലും ആദായ നികുതി വകുപ്പ് പറയുന്നത് അത് സ്വാഭാവികമായിട്ടും ഇപ്പം മാർച്ച് എൻഡിംഗ് ആണ്, അതുകൊണ്ട് ഈ 3 വർഷത്തെ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വിശദാംശങ്ങൾ തേടുകയും അതുമായി ബന്ധപ്പെട്ട അസസ്മെന്റ് നടത്തി ടാക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടച്ചിട്ടില്ലെങ്കിൽ അത്തരം ചില വീഴ്ചകൾ കൂടി ചൂണ്ടിക്കാണിക്കുന്ന നോട്ടീസാണ് ഇത് കൈമാറിയിട്ടുള്ളത്. അതിന് അവർ ക്ലാരിഫിക്കേഷൻ തരണം, അല്ലെങ്കിൽ തുടർ നടപടികളിലേക്ക് പോകും. ഇതാണ് ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കുന്നത്. നിയമപരമായിട്ടുള്ള പ്രോസസ്സാണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ ടൈമിംഗ് ആണല്ലോ. സ്വാഭാവികമായിട്ടും ഇത്തരം വിവാദം കത്തി നിൽക്കെ പഴയ കേസുകളിലാണെങ്കിലും നടപടിക്രമങ്ങൾ അന്വേഷണ ഏജൻസികൾ സജീവമാക്കുമ്പോൾ അതിന് ഒരു മാനം കൽപ്പിക്കപ്പെടുകയാണ്. എന്തായാലും അതുൾപ്പെടെയുള്ള കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ആന്റണി പെരുമ്പാവൂരിനോട് പ്രധാനമായും ചോദിച്ചിരിക്കുന്നത് ഈ ഓവർസീസ് റൈറ്റ്, അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ടാക്സ് കാര്യങ്ങൾ, കൂടാതെ സാമ്പത്തിക ഇടപാടുകൾ, സിനിമയുടെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് അന്ന് പ്രൊഡക്ഷൻ ഹൗസുകളിലൊക്കെ തന്നെ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയിരുന്നു. അത് അന്ന് പൃഥ്വിരാജിന്റെ പ്രൊഡക്ഷൻ ഹൗസിലുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ആന്റണി പെരുമ്പാവൂരിന്റെ പ്രൊഡക്ഷൻ ഹൗസിലുണ്ടായിരുന്നു. അങ്ങനെ വിവിധ പ്രൊഡക്ഷൻ ഹൗസുകളിലൊക്കെ തന്നെ ഈ IT വിഭാഗം റെയ്ഡ് നടത്തിയിരുന്നു. അങ്ങനെയാണ് ഒരു 3 വർഷത്തെ കാലയളവിലെ വിശദാംശങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം കൊണ്ടുപോവുകയും പരിശോധന നടത്തുകയും പിന്നീട് അസസ്മെന്റ് വിഭാഗത്തിന് കൈമാറുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ അതിലാണ് ഒരു തുടർ നടപടി വന്നിരിക്കുന്നത്. ശരി രാഗിൻ, എന്തായാലും പൃഥ്വിരാജിന് പിന്നാലെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനുമാണ് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചിട്ടുള്ളത്. ലൂസിഫർ, കുഞ്ഞാലിമരക്കാർ തുടങ്ങിയ സിനിമകളുടെ സാമ്പത്തിക കാര്യത്തിൽ വ്യക്തത തേടിയാണ് ഈ നോട്ടീസ്. രാഗിൻ, ഇത് എമ്പുരാൻ എഫക്ട് അല്ല എന്നുള്ളത് വ്യക്തമാണ്. വിവാദങ്ങൾക്ക് പിന്നാലെ അല്ല, വിവാദവുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്ന് തന്നെ കരുതാമല്ലേ? ഈ വിവാദങ്ങളുമായി ഇതിന് ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. വിവാദവുമായി ബന്ധമില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ലൂസിഫർ, കുഞ്ഞാലിമരക്കാർ തുടങ്ങിയ സിനിമകളുടെ സാമ്പത്തിക കാര്യത്തിൽ ഒരു വ്യക്തത തേടിയാണ് ഇപ്പോൾ ഈ നോട്ടീസ് അയച്ചിട്ടുള്ളത്. IT വകുപ്പ് പറയുന്നത് എമ്പുരാൻ വിവാദവുമായി ബന്ധമില്ല എന്നുള്ളതാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഈ സിനിമയുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ തന്നെ പല വിവാദങ്ങളുമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഗോപാലന്റെ സ്ഥാപനത്തിൽ റെയ്ഡ് നടക്കുമ്പോഴൊക്കെ ആളുകൾ ഇത് എമ്പുരാൻ എഫക്ട് അല്ലെങ്കിൽ ആ ഒരു വിവാദത്തിന്റെ പിന്നാലെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പോൾ ഇതാ വീണ്ടും ആന്റണി പെരുമ്പാവൂരിനും നോട്ടീസ് അയച്ചിരിക്കുകയാണ്. രാഗിൻ, ഇത് വിവാദങ്ങളുമായി ബന്ധമില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇപ്പോൾ IT വകുപ്പ് അങ്ങനെയാണ് പറയുന്നത്. സിനിമ സാമ്പത്തിക കാര്യത്തിൽ വ്യക്തത തേടുന്നു എന്നുള്ളത് മാത്രമാണ്. അതായത് 2019 മുതൽ 2022 വരെയുള്ള കാലയളവിലെ ഇത്തരത്തിലുള്ള സിനിമാ ചിത്രീകരണം, അതിന്റെ പ്രൊഡക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അന്ന് പരിശോധിച്ചത്. ആ 3 വർഷത്തെ കാര്യങ്ങളാണ് അന്ന് പരിശോധിച്ചത്. അന്ന് റെയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം 2022 ശേഷം 2023, 24, 25 3 വർഷം ആവുകയാണ്. ഈ ഘട്ടത്തിൽ അതൊരു സ്വാഭാവിക പ്രോസസ്സാണ് എന്നാണ് ആദായ നികുതി വകുപ്പ് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ആദായ നികുതി വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥനോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏകദേശം ഒരു 100ഓളം
നൂറോളം നോട്ടീസുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം ആളുകൾക്ക് ഉൾപ്പെടെ പോയിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് അതൊരു സ്വാഭാവിക റെഗുലർ പ്രോസസ്സാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഇതിൽ ഒന്ന് ഈ വിവാദം ഉണ്ടായതിനു ശേഷമാണ് ഇത്തരത്തിൽ നോട്ടീസ് പോയിരിക്കുന്നത്. അത് ആദായ നികുതി വകുപ്പ് പറയുന്നത് മാർച്ച് എൻഡിംഗ് ആണ്. അതുകൊണ്ട് അവസാന ആഴ്ച എന്ന നിലയിൽ ആണ് നോട്ടീസുകളെല്ലാം തന്നെ പോയിട്ടുള്ളത്. അതിനവിടെ ക്ലാരിഫിക്കേഷൻ തരണം. അതിനെല്ലാവർക്കും മാസം കൊടുത്തിരിക്കുന്നത് 1 മാസമാണ്. ആ 1 മാസ കാലയളവിനുള്ളിൽ ഇക്കാര്യങ്ങൾ ബോധിപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നതാണ് ആദായ നികുതി വകുപ്പ് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ഗോകുലം ഗോപാലിനെതിരെയാണെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നു, അല്ലെങ്കിൽ പഴയ കേസുകൾ അത് സജീവമാക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കുന്നു. ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഘട്ടത്തിലാണ് ഇക്കാര്യങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായി വരുന്നത്. എന്തായാലും ആന്റണി പെരുമ്പാവൂരിനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ ആശീർവാദ് സിനിമാസുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അത്തരം പ്രൊഡക്ഷൻ, അത്തരം കാര്യങ്ങൾ, അതിന്റെ സാമ്പത്തിക ഇടപാട്, ഒരു സിനിമയുടെ ചിത്രീകരണം നടക്കുന്ന ഘട്ടത്തിൽ അതിന്റെ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അതിന്റെ ആർക്കൊക്കെയാണ് പണം കൈമാറിയിട്ടുള്ളത്, അതിൽ ടാക്സ് ഇവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഓവർസീസ് റൈറ്റ്സിന്റെ കാര്യത്തിലാണ് കൂടുതൽ അത് സംഭവിക്കാറുള്ളത് എന്നതാണ് ആദായ നികുതി വകുപ്പ് പറയുന്നത്. കാരണം അതിൽ ഒരു കൃത്യമായിട്ടുള്ള എമൗണ്ട്, ഒരു 15 കോടിയാണെങ്കിൽ അത് കുറച്ച് കാണിക്കുക, അല്ലെങ്കിൽ അത് വിദേശത്തേക്കാണ് അല്ലെങ്കിൽ അത്തരം ഓവർസീസ് റൈറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായി വരുന്നു എന്നതാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള ഒരു പരിശോധനയും അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുകയാണ്. കൂടുതൽ വിശദമായ കാര്യങ്ങൾ, ഇതിൽ കൂടുതൽ വ്യക്തത പുറത്തു വരേണ്ടതുണ്ട്. ആന്റണി പെരുമ്പാവൂരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങളോ മറ്റോ ഇതിൽ ഉണ്ടായിട്ടുണ്ടോ? കാരണം ഇതിൽ ഈ ഒരു അന്വേഷണം നടക്കുമ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരിക. അതുമായി അദ്ദേഹം സഹകരിക്കുമോ? ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? ആന്റണി പെരുമ്പാവൂർ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം പൃഥ്വിരാജും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവച്ചിരുന്നില്ല. എന്തായാലും ഇതിൽ തുടർ നടപടികൾ ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അത്തരം കാര്യങ്ങൾ അവർ പരിശോധിക്കുകയും ചെയ്യും. അത് ഒരു റെഗുലർ പ്രോസസ്സാണ്, അല്ലെങ്കിൽ അത് കേസുമായി അല്ലെങ്കിൽ എമ്പുരാനുമായി ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്നാണ് ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 100 കണക്കിന് നോട്ടീസുകൾ ഇത്തരത്തിൽ 100ഓളം നോട്ടീസുകൾ പല ആളുകൾക്കും ഇത്തരത്തിൽ നൽകിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. ശരി രാഗിൻ.